and pepper. Bum 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 bum. ഹായ്, ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറുമായിട്ട് നിൽക്കുന്ന എവിടെയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അല്ലേ. ഞാൻ വെള്ളത്തിൽ നിൽക്കുവാണ്. അതായത് നെയ്യാറിൽ നിന്ന്, നമ്മുടെ ഡാമിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ജലം ഇങ്ങനെ ഒഴുകിപ്പോകുന്ന നെയ്യാറിൻ്റെ അകത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അതുമാത്രമല്ല കേട്ടോ, ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നതിന് ഒരു ചെറിയ ഉദ്ദേശ ലക്ഷ്യം കൂടെ ഉണ്ട്. കാരണം മൺട്രോത്തുരുത്തിൽ നമ്മൾ മുരിങ്ങ ഫ്രൈ ഉണ്ടാക്കിയല്ലോ, മുരിങ്ങ മസാല. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഒരുപാട് റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത്. സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കുറേ കാലത്തെ എപ്പിസോഡുകളിൽ ഏറ്റവും റെസ്പോൺസ് കിട്ടിയ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് നല്ല കാഴ്ചക്കാർ അല്ലെങ്കിൽ പ്രേക്ഷകർ ഒരുപാട് നല്ല കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് നല്ല റെസ്പോൺസൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ത്രില്ല് വരുമല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നും അതുപോലെ ഒരു എപ്പിസോഡുമായിട്ട് ഇവിടെ എത്താമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഈ നിൽക്കുന്നത് നെയ്യാറ് തൊട്ടടുത്തൂടെ ഒഴുകുന്നെങ്കിലും ഒരു ചെറിയൊരു ഒരു കൈവഴി ഇവിടെ തൊട്ട് വരുന്നുണ്ട്. എനിക്ക് ചെറിയ ഇക്കളുണ്ട് കേട്ടോ, എന്തോന്നല്ലേ. ഈ കൈവഴിയിൽ, ഈ തോടിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ തോടിൽ? നിങ്ങൾക്ക് കാര്യം പിടിയിട്ടിട്ടുണ്ടാവും അല്ലേ, എന്തോ ഒരു സംഭവം ഇവിടെ നിന്ന് ശേഖരിക്കാനുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലേക്ക് പോവാം. ശ്യാമേ, എന്തായി? പറക്കിക്കൊണ്ടിരിക്കുവാണ് സാധനം. അടിപൊളി. കിട്ടിയോ? കുറച്ച് കിട്ടി. ഈ എന്താ കിട്ടി? പറക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കിട്ടിയോ? കുറച്ച് കിട്ടി എന്നൊക്കെ പറയണോ? എന്താണ് പറയണമെന്ന് പറഞ്ഞില്ലല്ലേ? ഇതാണോ സാധനം? ഇതാണ് സാധനം. അപ്പോൾ ഇതാണ് നമ്മുടെ താരം നത്ത്. ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു സംഭവം കൂടെയാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതൽ പറഞ്ഞു തരാം കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇതിനെ ഉണ്ടാക്കുന്ന വഴിക്ക് പറഞ്ഞുതരാം. അത് ശേഖരിക്കട്ടെ. ഇതിങ്ങനെ ഈ കൈത്തോടുകളിൽ ഇത് പിടിച്ചിരിക്കും. ഹലോ, അല്ല അറിയുന്നുണ്ടോ? അറിയുന്നുണ്ട്, പറഞ്ഞോളൂ. ഇതിപ്പോ ഈ കൈത്തോടിലാണോ ഈ സാധനം കാണാൻ? കൈത്തോടിലാണ് കാണാറുള്ളത്. ഇത് നമ്മൾ പറക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് വംശനാശം സംഭവിക്കുമോ? വംശനാശം ഒന്നും സംഭവിക്കില്ല. സംഭവം വെള്ളം ഒഴുകി വരെയല്ലേ, ഇതിന്റെ സൈഡിലൊക്കെ ഇത് പറ്റി പിടിച്ചിരിക്കാറുണ്ട്. ഇത് വേറെ ഒരുപാട് വന്നോളൂ, കുറച്ചെടുത്ത് കുഴപ്പമില്ല. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഞാൻ വരുന്നതിന് മുമ്പേ പുള്ളിക്കാരൻ ശേഖരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ ഒരു കലം കിട്ടിയിട്ടുണ്ട്. ഭയങ്കര മെഡിസിൻ വാല്യൂ ഉള്ളൊരു സാധനമാണ്. മതി, നമുക്ക് ഇത്രയും കിട്ടിയില്ലേ? ഇതൊന്ന് വാഷ് ചെയ്തെടുക്കും. ഇത്രയും മതി. കഴിവെടുക്കാം. ഒന്ന് പിടിക്കോ അല്ലേ. സകലയിടത്തും വേനലും ചൂടും, ചുട്ടുപൊള്ളുന്ന വേനലും സൂര്യാഘാതവും ഒക്കെ തുടങ്ങി. പക്ഷെ ഇപ്പോഴും ഈ കള്ളിക്കാടിന് ഒരു കുളിർമ ഉണ്ട് കേട്ടോ. ഞാൻ വലിയ ചൂടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ചിലപ്പോൾ വെയിൽ ഡയറക്റ്റായിട്ട് ശരീരത്തിൽ അടിക്കാത്തതുകൊണ്ടായിരിക്കും. കഴിവുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? ഇതിന്റെ പുറത്തുള്ള പായലിന്റെ അംശം നല്ല രീതിയിൽ പുറക്കണ്ടോ? അതെ, ശരിയാ. നല്ല പായലുണ്ടായിരുന്നു, പച്ച കളറായിരുന്നു, അതൊക്കെ പോയി. അപ്പോൾ ഇത് നമ്മൾ ഈ ചിപ്പിയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അതിനകത്ത് നാരുണ്ടല്ലോ, അതുപോലെ ഇത് എടുത്ത് കളയേണ്ടതുണ്ടോ? ഇല്ല, ഇതിനകത്ത് നാരൊന്നുമില്ല. ആഹാ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. പായൽ പിടിച്ചിരിക്കുകയായിരുന്നു. കഴുകിയപ്പോൾ ഒരു യെല്ലോ കളറും വൈറ്റ് കളറും ആയിട്ട് വരിക പുള്ളി. ഇനി നമുക്ക് അടുത്ത ശ്രമകര ജോലി എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറന്തോട് കളയുക എന്നുള്ളതാണ്. ഇത് പുറന്തോട് കളഞ്ഞതിന്റെ മാംസം എടുക്കണം. മാംസം എടുക്കണം. എന്നിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അല്ല, പുഴുങ്ങിയതിന് ശേഷം അല്ല, ഇതിനെ പുഴുങ്ങിയിട്ടാണ് ഇതിന്റെ മാംസം നമ്മൾ വെളിയിൽ എടുക്കുന്നത്. അതൊന്നും പറഞ്ഞില്ല. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇനി കാണാനുണ്ട് കേട്ടോ. എന്തൊക്കെ പരിപാടികളുണ്ടല്ലേ. നമ്മൾ ലൈവായിട്ടൊരു ഫുഡ് ഇങ്ങനെ ഫിഷ് ചെയ്തെടുത്തിട്ട് അത് ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞാൽ. എന്നാ പിന്നെ നടക്കട്ടെ, ആഴ്ച വഴിയെ നമുക്ക് കാണാം. സൂക്ഷിച്ച് കയറണം. എൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും കാണും. അറിയാമോ സ്ഥലമൊക്കെ? എനിക്കറിയാം. നാടാ. അത് ശരി. ഇവിടെ അടുപ്പൊക്കെ തയ്യാറാണോ? എല്ലാം തയ്യാറാണ്. ഇൻഗ്രീഡിയൻസും റെഡിയോ? എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എല്ലാ സകല സാധനം ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടെ അടുപ്പ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി എന്താ പരിപാടി? തുടങ്ങിയല്ലോ. ഈ നത്തയ്ക്ക പുഴുങ്ങാനുള്ള വെള്ളം ചൂടാക്കാം. ശരി ശരി. അപ്പൊ എന്നാലും ഞാൻ ഇരുന്നോട്ടെ. അടിപൊളി. അങ്ങനെ അടുപ്പിൽ കലവും സജ്ജീകരിച്ചു. നമുക്ക് ഇന്ന് ഈ നത്ത് എന്താ ചെയ്യാൻ പോണ? നത്തയ്ക്ക ഈ നത്ത് നമുക്ക് പ്രധാനമായിട്ടും നത്ത് തോരൻ വയ്ക്കാൻ പറ്റും, നത്ത് ഫ്രൈ ചെയ്യാൻ പറ്റും. എന്താണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്? ഇന്നുണ്ടാക്കാൻ പറ്റുന്നത് നമ്മൾ നത്ത് റോസ്റ്റാണ്. നത്ത് റോസ്റ്റാണ്. എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് വേണ്ടേ? ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് വേണ്ടത് നത്താണ്. നത്ത്, പിന്നെ ബാക്കി നത്ത്, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കടുക്, ഉപ്പ്, വെളുത്തുള്ളി, കുരുമുളക്, ഒരു സവാള, 2 പച്ചമുളക്, മസാല. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു തരം മല്ലിയിലയാണ്.
മല്ലിപ്പൊടി, വെളിച്ചെണ്ണ, ഇഞ്ചി, നാരങ്ങ, വറ്റൽമുളക്, ഇത്രയും സാധനമാണ് മെയിനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഇനി പ്രധാനമായിട്ടുള്ളത് ഇത് പുഴുങ്ങിയെടുക്കുക എന്നുള്ളതാണ്. പുഴുങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ ഇറച്ചി നമ്മൾ പുറത്തെടുക്കണമെന്ന്. അത് പുഴുങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇറച്ചി എടുക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് കാണാം കേട്ടോ. അതെ അതെ, നമുക്ക് ഈ ഇക്കിള് മാറാൻ ഇതില് വല്ല ഔഷധം ഉണ്ടോ? ഇക്കിള് ഞാനും മക്കളെ പറഞ്ഞ ഇക്കിള് മാറും. ഇക്കിള് ഞാനും മക്കളെ പോലെന്നല്ല, ഇക്കിള് ഞാനും അക്കരെ പോയി, പറഞ്ഞത് ഇക്കിള് ഞാനും അക്കരെ പോയി, ഇക്കിള് അക്കരെ ഞാൻ ഇക്കരെ. ഇത് പറയുമ്പോ ഇക്കിള് പോകുമെന്ന് പണ്ട് കുട്ടികളൊക്കെ പറയായിരുന്നു. അന്ധവിശ്വാസം അരക്കിട്ട് ഉറപ്പിക്കണമെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ എന്റെ ഇക്കിള് മാറുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇത് ഇനി തൊട്ട് പറഞ്ഞു തുടങ്ങാം. ഇക്കിളും ഞാനും അക്കരെ പോയി, ഇക്കിള് അക്കരെ ഞാൻ ഇക്കരെ. അത്യാവശ്യം തീ കത്തിക്കാം. ഓ, തീ കത്തിക്കാം. ഒരു ചിരട്ട വെച്ചിട്ട്. ഈ പുള്ളിക്കാരാള് പുലിയാണ് കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആങ്കറായിട്ട് എന്റെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ എന്നെ ആങ്കർ ചെയ്തു. കാരണം ഞാൻ ഇക്കിളായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ചിരട്ട വെച്ചിട്ട് അതിനകത്ത് കുറച്ച് കർപ്പൂരം ഇട്ട് തീ പിടിപ്പിക്കാം. അങ്ങനെ കർപ്പൂരത്തിന് തീ കൊടുക്കാം. ഈ ചെറിയ വിറക് ആദ്യം വെച്ച് കൊടുക്കാം. അതെന്തിനാണ് ആദ്യം ചെറിയ വിറക് വെക്കുന്നത്? പെട്ടെന്ന് തീ പിടിക്കും. അല്ല, ഒരു നത്തിങ് എടുത്തു തരാമോ? ഒന്നാക്കണ്ട, എല്ലാം തരാം. ഓക്കെ, അപ്പൊ ഇത് കണ്ടല്ലോ അല്ലേ? നമ്മൾ നേരത്തെ എടുത്തപ്പോ ഉള്ള രൂപമൊന്നുമല്ല. നേരത്തെ ഫുള്ള് പച്ച കളറായിരുന്നു. ഇപ്പൊ കുറെ പച്ച കളറൊക്കെ മാറി ഒരു യെല്ലോയിഷ് വന്നു. എന്നാലും പോയിട്ടില്ല. ഈ പച്ച എന്ന് പറയുന്നത് പായലാണ്. ഇത് വെള്ളത്തിൽ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇവന്മാർ വന്ന് പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും. ഇത് നീന്തി കളിച്ചൊന്നും പോകുന്ന ആൾക്കാരില്ല. എന്നാലും നല്ല ഒഴുക്ക് വരുമ്പോൾ ഒഴുകി വരാറുണ്ട്. എങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് ഇതിന്റെ ദേഹത്ത് ഈ പായൽ കാണുന്നത്. അപ്പൊ ഈ പായൽ ഫുള്ള് ഇപ്പൊ ഈ വെള്ളത്തിലിട്ട് പുഴുങ്ങുമ്പോൾ തന്നെ പായൽ പോവും. പിന്നെ ഈ പുറന്തോടുമായിട്ട് നമ്മുടെ ഈ എന്താണ് ഇന്നത്തെ ഈ പാചകത്തിന് ഒരു ബന്ധമില്ല. അതിനകത്തുള്ള മാംസം എടുക്കുക. ശരി, നല്ല രസമുണ്ടല്ലേ ഈ സ്ഥലവും. ആ ബാക്കിലായിട്ടൊരു കാഴ്ച ഉണ്ടായിരുന്നു. കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ചാടി ഒഴുകി പോകുന്നു. അതിന്റെ അപ്പുറത്ത് വേറൊരു വലിയൊരു തൂണ് പോലൊരു സംഭവം നിൽപ്പുണ്ട്. ഇത് ശരിക്കും ഈ കൃഷി ആവശ്യത്തിനായിട്ട് നെയ്യാർ ഡാമിലെ വെള്ളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാർഷികം അല്ല, കൃഷിക്ക് വേണ്ടിയിട്ടാണ് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ വേനൽക്കാലത്ത് സിറ്റിയിലെ നഗരനിവാസികൾക്ക് കുടിവെള്ളമായിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ നെയ്യാറിന് വരുന്ന ആ വെള്ളത്തിന് ചെറിയൊരു തടയണ കെട്ടി നിർത്തിയിട്ട് ഇവിടെ നിന്ന് പമ്പ് ചെയ്ത്, ആ പമ്പിങ് സ്റ്റേഷനാണ് ആ കാണുന്ന ചെറിയൊരു നിർമ്മിതി. അപ്പോൾ അതൊരു ടാങ്കാണ്. ആ ടാങ്കിലോട്ട് പമ്പ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് കൃഷി ആവശ്യത്തിലേക്കൊക്കെ കൊണ്ടുപോകും. പിന്നെ ആ ഒരു തടയണയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതാണ് ആ ബാക്കിൽ കാണുന്ന മനോഹരമായ ഒരു കാഴ്ച. നേരത്തെ ഞാൻ പറഞ്ഞു ഈ നത്തയ്ക്കൊക്കെ അല്ലെങ്കിൽ നത്തിന് ഒരു ഔഷധ ഗുണമുണ്ടെന്ന്. അതിന്റെ ഒരു ആദ്യത്തെ ടിപ്പ് ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഇത് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്, ഒരു ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിൻ ഡിസീസിനാണ്. നമ്മുടെ ത്വക്കിൽ വരുന്ന രോഗങ്ങൾക്കുള്ള ആയുർവേദ വിധിപ്രകാരമുള്ള ഒരു ഔഷധം തയ്യാറാക്കുന്ന മാംസം കൂടെയാണ് ഈ നത്തിന്റെ മാംസം. പ്രത്യേകിച്ച് നമ്മളെ ഈ ചുണ്ടിൽ വരുന്ന വെള്ളപ്പാടൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പാണ്ടെന്നൊക്കെ പറയാം, അതിന് ആയുർവേദത്തില് ഔഷധം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാംസാഹാരം കൂടെയാണ് ഈ നത്തിന്റെ ഇറച്ചി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയ്ക്ക് ഇതൊന്നും നമുക്ക് അറിയത്തില്ലല്ലേ. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. ഇത് ആദ്യത്തെ ടിപ്പ്. ഇനിയും ഉണ്ട് കുറെ കാര്യങ്ങൾ, അത് ഞാൻ പറഞ്ഞുതരാം. പലപ്പോഴും നമ്മുടെ കായലിലോ തോട്ടിലോ ഇത് കാണുമ്പോ അയ്യേ നത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പോണവർ ഇനി തൊട്ട് അയ്യോ നത്ത് എന്ന് പറയണം. എന്തൊന്നും ഉണ്ടായിരിക്കണത് ഇല്ല, വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുകയല്ലേ. ഇതൊക്കെ ഒന്ന് ചൂടായി വരണം. അതെടുത്തിട്ട് ഈ പുള്ളിയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. എന്നാ പിന്നെ വെള്ളം തിളക്കട്ടല്ലേ? വെള്ളം തിളച്ചിട്ടുണ്ട്. എന്താണ് അടുത്ത പരിപാടി? വെള്ളത്തിലോട്ടിടാം. ഇല്ല ഇട്ടോ. അപ്പൊ ഇനി നത്തയ്ക്ക അതിനകത്ത് കിടന്ന് ഇല്ല അതുപോലെ ഒന്ന് ചാടി തുടിക്കട്ടെ. കാരണം ആ വെള്ളച്ചാട്ടം ഇപ്പൊ ശ്രദ്ധിച്ചായിരുന്നോ? ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും കുറെ ആൾക്കാർ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പൊ ഈ സ്കൂള് പരീക്ഷകളൊക്കെ കഴിഞ്ഞ് സ്കൂൾ അടച്ചേ. അപ്പോൾ ഈ വേനലവധി ആഘോഷിക്കുന്ന ഒരു തിരക്കാണ് അവിടെ കാണുന്നത്. പിന്നെ ഇപ്പൊ വേനൽക്കാലത്ത് തുണിയൊക്കെ കഴുകാൻ ഇതുപോലുള്ള ആറുകൾ ഈ ജലം പ്രയോജനപ്പെടുത്താറുണ്ട് നാട്ടുകാർ, കിണറിലെ വെള്ളം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ കാണണേ കേട്ടോ. ഇത് കേരളത്തിലെ മൊത്തം കാഴ്ചയാണ് ഇനി അങ്ങോട്ട് 2 മാസം. അപ്പൊ നത്തയ്ക്ക അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചൊരു തീ കൊടുക്കാം. ഇതിപ്പോ ഒരു നല്ല നമ്മൾ വിചാരിച്ച പോലെയല്ല കേട്ടോ. ഞാൻ വരുന്നതിന് മുമ്പേ ഇദ്ദേഹം ഈ നത്തയ്ക്ക ശേഖരിക്കാൻ തുടങ്ങിയ കാരണം കുറച്ച് നല്ലൊരു ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. ഇത്രയൊക്കെ ഉണ്ടെങ്കിലേ ഒരാൾക്കെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഞെട്ടിപ്പോല്ലേ, ഒരാൾക്ക് കഴിക്കാൻ ഇത്രയോ? ഞാൻ എന്നെ ഉദ്ദേശിച്ചതാ. നിനക്കില്ല, ഉണ്ടാക്കി തന്നാ മതി. അല്ല ചേട്ടാ, കഴിച്ചാൽ മാത്രം മതി. നമുക്ക് ഏകദേശം ഒരു 5-10 മിനിറ്റ് എടുക്കും ഈ നത്തയ്ക്ക വെന്ത് വരാൻ വേണ്ടി. ആദ്യത്തെ ഒരെണ്ണം കഴിക്കണം കേട്ടോ. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഞാൻ കഴിക്കുള്ളൂ. അത്രയും വിശ്വാസമല്ലേ? അപ്പോഴിതിനി ഒന്ന് തിളച്ച് വരട്ടെ. ഇത് തിളച്ച് വന്നിട്ടാണ് ഇതിന്റെ മാംസം എടുക്കുന്നത്. അതായത് ഇതിന്റെ മാംസം ആ ഒരു അടപ്പുണ്ടല്ലോ, ഞാൻ നേരത്തെ കാണിച്ചിരുന്നൊരു കാഴ്ച, അതുപോലെ ഓട്ടോമാറ്റിക് ആയിട്ട് പുറത്തു വരുന്ന ഒരു കാഴ്ച കാണാൻ പറ്റുമെന്ന ദേവൻ എനിക്ക് പറഞ്ഞു തന്നത്. അതെ അതെ.
അപ്പൊ നമുക്ക് അതിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ. ഞാനിങ്ങനെ ഇരിക്കണം, തിളക്കട്ടെ. എന്തായി? അപ്പൊ ഏകദേശം നമ്മുടെ നത്തയ്ക്ക വെന്ത് വന്നു. മാംസം എടുക്കാറായോ? ഇല്ല, 2 മിനിറ്റ് കൂടി നോക്കാം. ആ, അപ്പോഴേ ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ഇത് എവിടെയൊക്കെ ഇത് ലഭ്യമാവുക? ഈ തോടിലൊക്കെ ആണോ? ആ, തോടില്, ആറില്, അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് കണ്ടുവരാം. ശുദ്ധജലത്തിലേക്ക് ആണോ? ശുദ്ധജലത്തിൽ കാണാറുണ്ട്. ഇത് ശേഖരിച്ചെടുക്കുക അല്ലേ? ശേഖരിച്ചെടുക്കാൻ ശ്രമകരമായിട്ടുള്ള ജോലി അതാണ്. ശ്രമകരമായിട്ടുള്ള ജോലി. എന്നാൽ ഇനി നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഈ സാധനം എന്ന് പറയുന്നത്, നത്തെന്ന് പറയുന്നത് ആയുർവേദ ഈ മരുന്നുകൾ നിർമ്മിക്കാനായിട്ട് ടാങ്കിലൊക്കെ വളർത്താറുണ്ട്. അതായത് നമ്മൾ ഇതിന്റെ കുറച്ച് സാധനം കൊണ്ട് ഒരു ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് പെറ്റി വരികയും ഒരുപാടായി വളർന്നോളും. അത് മാത്രമല്ല കേട്ടോ, ഈ ആയുർവേദ ഇതിന് നല്ല വിലയുള്ള ഒരു കാര്യം കൂടെയാണ്. ഇത് ഒരു 1000 നത്ത്, നല്ല വളർച്ചയെത്തിയ 1000 നത്ത് നമ്മൾ വിൽക്കുകയാണെങ്കിൽ 10,000 രൂപയ്ക്ക് മേലെയുണ്ട് ഇതിന് വില. പിന്നെ പണ്ട് ഈ നത്ത് ഒരുപാട് ഈ പാടത്തിലെല്ലാം ഇത് പെറ്റ് പെരുകുമ്പോൾ ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി ഇതിനെ കളയുടെ വിഭാഗത്തിൽ അന്ന് കാണുമായിരുന്നു. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ ഈ എന്താണ്, കൃഷിയെ സംരക്ഷിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് പണ്ട് കർഷകർ ഇതിനെ നശിപ്പിച്ച് കളയുമായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു കർഷകരുടെ ഒരു നിലനിൽപ്പ് നശിച്ചു പോകാതിരിക്കാൻ ഇത് കൃഷി ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കിത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ ഇത്രയും രൂപ കിട്ടുന്നതാണ്. പിന്നെ ഇന്ന് ഒരുപാട് നമ്മൾ ആയുർവേദത്തിന്റെ ഒരു പ്രസക്തി വളരെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. അതുകൊണ്ട് നമുക്കിത് കൃഷി ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു. അതെ അതെ. എന്തായി നമ്മുടെ ഇന്നത്തെ ആയുർവേദം? ഇന്നത്തെ ആയുർവേദമല്ല, ഇന്നത്തെ നത്ത്. നത്ത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ നത്തിനെ ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. ശരി, എന്നല്ല അങ്ങനെ ചെയ്യാം. നത്തിനകത്തോട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിക്കാം. അതെന്തിനാ? പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. മാംസം വെളിയിലോട്ട് നമുക്ക് എടുക്കാം. നമ്മളെല്ലാം മുട്ടയൊക്കെ പുഴുങ്ങിട്ട് പെട്ടെന്ന് തിന്നാൻ വേണ്ടി തണുത്ത വെള്ളം കാണിക്കും പോലെ എല്ലാം അറിയാം. അതുകൊണ്ടല്ലേ ഞാനിതിന്റെ അവതാരകൻ. ഇതിന് നല്ല ചൂടുണ്ട് കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചിട്ടും നല്ല ചൂടുണ്ടെന്നാ പറയണ. ഈ ഷെല്ലില് ചൂട് കയറിയതല്ലേ? എങ്ങനെ എടുക്കണ? പ്ലെയർ വെച്ചെടുക്കുമോ? പ്ലെയർ ഒന്നും വെച്ചെടുക്കണ്ട. നമുക്ക് ഈർക്കിലോ അല്ലെങ്കിൽ നല്ല കത്തിയുടെ തുമ്പിട്ടോ ഇതിനെ ഇളക്കി എടുക്കാൻ പറ്റും. ശരി ശരി. അതിന്റെ ഈ ഇളകി വരുന്ന ഭാഗം മാത്രമാണ് ഭക്ഷണ യോഗ്യം. അതിന്റെ അകത്ത് വേറൊരു സാധനം ഉണ്ട്, അത് വരത്തില്ല. അതിനെ എടുക്കാൻ ശ്രമിക്കണ്ട, അതെന്റെ വേസ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ഇത് ഞാനും എടുത്തു തുടങ്ങിയത് ഭയങ്കര എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ കൗതുകമുണ്ട് ഇത് എടുക്കുന്ന ഒരു കമ്പ് വെച്ച്. പക്ഷെ പുള്ളിക്കാരൻ എടുക്കുമ്പോൾ ഇത് വരുന്നുണ്ട്, ഞാൻ എടുക്കുമ്പോൾ തിരിച്ചു കയറി പൂക്കളയുന്നത്. അത് കുഴപ്പമില്ല, വെളിയിലോട്ട് വന്നോളൂ. പിന്നെ ഇത് ഇത്തിരി ശ്രമകരമായ ഒരു പരിപാടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട് മടങ്ങി വന്നാലോ? ഇതില്ല ഫുള്ള് എടുത്തിട്ട് വരാം. അപ്പോഴേക്കും നിങ്ങൾ കുറച്ച് നല്ല പരസ്യമൊക്കെ കണ്ട് നിങ്ങളൊന്ന് ഫ്രഷ് ആയി വരും. അപ്പോൾ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൽ ഒരു ടേസ്റ്റി ബ്രേക്ക്. മടങ്ങി വരാം ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക്. അപ്പൊ നമ്മള് തീരാറായല്ലേ? ലാസ്റ്റ് എല്ലാം തീർന്നത്, അവസാനത്തെ സാധനം. എടുക്കൂ. വളരെ ശ്രമകരമാണ്. നമ്മള് പറക്കിയൊരു ക്വാണ്ടിറ്റി അറിയാലോ, എത്ര ഒരു കലം പറക്കി അവസാനം കിട്ടിയത് ഇത്രയാണ് കേട്ടോ. പക്ഷേ എനിക്ക് തിന്നാനുണ്ട് കേട്ടോ ഇത്രയും. ക്ലീൻ ചെയ്യാം. ഓക്കെ. പണ്ടൊക്കെ ഈ ചില ഈ അമ്മമാര് ഈ പാറശാലയൊക്കെ അല്ലെങ്കിൽ നെയ്യാറ്റിൻകര ഭാഗത്തൊക്കെ ചില അമ്മമാര് പിള്ളേരെയൊക്കെ വിളിക്കാറുണ്ട്. അത് പെൺമക്കളെ വിളിക്കാറുണ്ട്. അതായത് മടി പിടിച്ചിരിക്കുന്ന പെൺപിള്ളേരെ വിളിക്കാറുണ്ട്. പിന്നെ നത്ത എന്നൊക്കെ വിളിക്കാറുണ്ട്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സാധനം അവിടെ തിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങ് ഇരുന്ന് മടി പിടിച്ചിരുന്ന് വളരുക. അതുകൊണ്ടാണ് അങ്ങനെ ചിലപ്പോൾ വിളിക്കണായിരിക്കും അല്ലേ? അതൊന്ന് വീണ്ടും അഴുക്ക് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മള് ആ ഷെല്ലിനകത്ത് നിന്ന് പുറത്തെടുത്തപ്പോൾ തന്നെ അതിന് ഒരു നമ്മൾ ഇങ്ങനെ വിട്ടു വരുന്നൊരു ഭാഗമാണ് ഭക്ഷണ യോഗ്യം. ബാക്കിയൊരു വലിയൊരു പോർഷൻ ഉണ്ട്, അത് നമ്മൾ എടുക്കാറില്ല, അത് വരാറില്ല. അത് വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ ഉപേക്ഷിക്കാറുണ്ട്. ആ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള സാധനം എടുത്തതിന് ശേഷവും അതിനെ ക്ലീൻ ചെയ്യുകയാണ്. നമുക്ക് ഈ ഉരുളിയിലാണ് ഇത് അടുത്ത പാചകം ചെയ്യേണ്ടത്. അപ്പൊ ഇത് മാറ്റണം അല്ലേ? മറ്റേ പ്ലേറ്റിന് തരും കേട്ടോ. നമുക്ക് ഇതിലോട്ട് മാറ്റാം. അപ്പൊ കഴിക്കണ്ട. പുള്ളിക്ക് അങ്ങനെയൊക്കെ ഇരുന്ന് പറയാം കഴിക്കണ്ടെന്നൊക്കെ. ഞാനിത് ആദ്യമായിട്ട് ഈ സാധനം കാണുന്നത്. ഹലോ, കേട്ടോ? കേട്ടോ. തീ ഒന്ന് ചെറുതായിട്ട് കത്തിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ കനലൊക്കെ അണഞ്ഞു പോയിട്ടുണ്ട്. ജസ്റ്റ് ഒരു കർപ്പൂരം കൂടെ ഒന്നുകൂടി കത്തിച്ചു കൊടുക്കാം. ശരി ശരി. വീണ്ടും തീ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ശരി.
ചേട്ടൻ ഐശ്വര്യമായിട്ട് കുറച്ച് കടുക് ഇട്ടോളൂ. അപ്പോൾ കുറച്ച് കടുക് ഐശ്വര്യമായിട്ട് അങ്ങ് ഇടുക. എന്തായാലും ചേട്ടനെ കൊണ്ട് ഇന്ന് ഞാൻ പാചകം ചെയ്യിപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി. അടുത്തായിട്ട് നമുക്ക് അതിലേക്ക് മഞ്ഞപ്പൊടി ചേർക്കാം. അളവെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സ്പൂണിന് ചേർക്കാവുന്നതാണ്. ഒരു നുള്ളെന്നൊക്കെ പറയുമ്പോൾ ഒരു 1/4 സ്പൂൺ. കുറച്ച് സമയം ചേട്ടൻ കിണ്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിലേ ഞാൻ സാധനങ്ങൾ ഇട്ട് തരാം. കിണ്ടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇളക്കിക്കൊണ്ടിരിക്കുക. അതെ, എല്ലാം നാടൻ ഭാഷയാണല്ലോ. അതെ അതെ. അടുത്ത മുളക് പൊടി നമ്മൾ ഇടുകയാണ്. മുളക് പൊടി മറ്റേ ആ കവറൊന്ന് കാണിച്ചേ. ചേർത്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഈസ്റ്റേൻ്റെ പൊടികളാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ആയിരുന്നാലും മല്ലിപ്പൊടി ആയിരുന്നാലും മുളക് പൊടി ആയിരുന്നാലും എല്ലാം ഈസ്റ്റേൻ്റെ ആണ്. മല്ലിപ്പൊടി ചേർക്കണം. ചേർത്തോളൂ. എല്ലാം ഈസ്റ്റേൻ്റെ തന്നെയാണ്. ഒരു ഹൈജീനിറ്റി വേണമല്ലോ. നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു സാധനം വെള്ളത്തിൽ നിന്ന് നേരിട്ട് പിടിച്ചുണ്ടാക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം കോളിഫോം ബാക്ടീരിയയൊക്കെ ഉള്ള വെള്ളമാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും അത് പാചകം ചെയ്തെടുക്കുമ്പോഴേക്ക് അതൊക്കെ പോവും. എങ്കിലും ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നല്ല ശുദ്ധമായ ക്വാളിറ്റിയുള്ള പൗഡറുകളാണ് ചേർത്തുകൊണ്ടിരിക്കുന്നത്. പച്ചവെള്ളം ചേർക്കും. അല്പം പച്ചവെള്ളം ചേർക്കാം. കുറച്ച് പച്ചവെള്ളം ചേർത്തത്. ഇത്ര മതി ഒരു പച്ചവെള്ളം. ഈ ഉള്ളി ഒന്ന് വേകുന്നതിന് വേണ്ടി മാത്രം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി കുരുമുളകും നമുക്ക് ചതച്ച് ചേർക്കാവുന്നതാണ്. ഞാൻ ചെയ്തോളൂ. അത് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടി നമ്മൾ ഒരുമിച്ചിട്ട് ചതക്കുകയാണെങ്കിൽ നാടൻ രീതിയിൽ ഇടികല്ലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതെ, ഇത് നമ്മൾ നല്ല രീതിയിൽ ചതച്ചെടുത്തിട്ട് ഇതിടുമ്പോഴത്തേക്ക് ഇവന് നല്ല ടേസ്റ്റ് വരുമോ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ നമ്മൾ ഒരുമിച്ച് ചതച്ചതാണ്. അതിലേക്ക് നമ്മളത് ഇടേണ്ടത്. അത് ഇട്ടപ്പോൾ തന്നെ അത് ചതച്ചപ്പോഴേ അതിൻ്റെ ഒരു മണം വന്നു. അത് ഇതിലോട്ട് ഇറങ്ങിയപ്പോൾ മറ്റൊരു മണം. ചേട്ടൻ ചെറുതായിട്ടൊന്ന് ഇളക്കാന്നുണ്ടെങ്കിൽ ഞാൻ 2 പച്ചവെള്ളം കൂടി അതിലോട്ട് കയറിയിടും. എല്ലാം ഭയങ്കര രസം കേട്ടോ. ഇതിൻ്റെ പുക കണ്ണിലടിക്കുന്നത് മാത്രം സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, ഈ ഈസ്റ്റേൺ നമ്മൾ എന്താണ് ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള യാതൊരു മായവും ഇല്ലാത്ത പൊടിയാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നതെന്ന്. അതിന് നിങ്ങൾക്ക് തെളിവ് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഈസ്റ്റേണിൻ്റെ ഏതെങ്കിലും പ്രോഡക്റ്റ് ഇരിപ്പുണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് പോയി ഏതെങ്കിലും ലാബിൽ അങ്ങ് കൊടുക്കുക. ഇതിനകത്ത് എന്തെങ്കിലും മായം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ആ ലാബിൽ നിന്ന് അതിൻ്റെ ഉത്തരം കിട്ടും. ഇത് തന്നെയാണ് നമ്മൾ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെയും ഒരു വിജയം. യാതൊരുവിധ മായമല്ല, ഒറിജിനൽ നല്ല രുചി. ഇതുപോലെയുള്ള ഒറിജിനൽ ഷെഫുമാരെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ അതുപോലെ കാണിക്കുന്നു. നമ്മുടെ ഈസ്റ്റേണും അതുപോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് വിശ്വസിച്ച് വാങ്ങി നമ്മുടെ അടുക്കളയിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈസ്റ്റേൺ തന്നെയാണ് ഉള്ളത്. കാരണം സംശയമുള്ളവർക്ക് ലാബിൽ ഇതുമായിട്ട് പോകാം. അടുത്ത നമുക്ക് എന്താ ചതച്ചപ്പോൾ മസാല, പട്ട, കത്തോലം, ഏലക്ക, ഗ്രാമ്പു എന്നിവ ചേർന്നതാണ്. അതിന് ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ. അതിനിടയ്ക്ക് ഇത്രയും നല്ലൊരു ആരോഗ്യത്തെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു പ്രോഗ്രാം, ഒരു കാഴ്ച കാണിച്ചു തരികയല്ലേ. ഈ സമയത്ത് ഞങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി കുറച്ച് പരസ്യം കൂടെ കാണിച്ചോട്ടെ. കാണുമോ? എന്നാൽ കണ്ടോളൂ. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൽ ഇനിയൊരു ടേസ്റ്റി ബ്രേക്ക്. എന്നാ പിന്നെ നമുക്ക് മടങ്ങി വരാം ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക്. നീ ആയാ? ഇല്ല. അതെ, കറക്റ്റ്. മടങ്ങി വരൂ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ രുചിക്കൂട്ടിലേക്ക്. ഈ നത്തയ്ക്ക റോസ്റ്റിനുള്ള ഈ റോസ്റ്റ് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. കണ്ടോ ചേട്ടാ? മണവും കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മളെ വേവിച്ച് വെച്ചിരിക്കുന്ന നത്തയ്ക്ക നമുക്ക് ആഡ് ചെയ്യാം. ശരി. സാധാരണ നമ്മൾ ഏത് മാംസവും ഇങ്ങനെ വേവിച്ച് അവിച്ച് ചേർക്കുമ്പോൾ അതിനകത്ത് ഉപ്പോ മഞ്ഞളോ കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഈ നത്തയ്ക്ക വേവിച്ചെടുത്തപ്പോൾ അങ്ങനെ ഒന്നും ചേർത്തില്ല. നേരെ ഫ്രഷ് ആയിട്ട് തന്നെ ഇതിലോട്ട് ആഡ് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നത്തയ്ക്ക റോസ്റ്റ് റെഡിയാവുന്നതാണ്. ഇങ്ങനെ നോക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് നമ്മൾ ആരും ശ്രദ്ധിക്കുക, നമുക്കൊരു വായിലൊരു കൊതി പോലും തോന്നാതെ വെള്ളത്തിൽ കിടക്കുന്ന ഒരു സാധനമാണ്. ഇതിന് ഇത്രയ്ക്ക് രുചിയുണ്ട്, മണമുണ്ട്, അത് നമ്മുടെ ശരീരത്തിന് ഒരു ഔഷധമാണ് എന്നൊക്കെ പുതിയ അറിവല്ലേ. ഇതാണ് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ. ഞാൻ ഇത്രയും പാചകമൊക്കെ അടിച്ചുകൊണ്ടിരുന്നപ്പോഴും പുള്ളി വളരെ സിമ്പിളായിട്ടിരുന്നിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാചകക്കാരൻ്റെ ഒരു യഥാർത്ഥ കല കണ്ടോ. ഒരു തടി പീസൊക്കെ എടുത്ത് വെച്ച് അരിഞ്ഞു വിടുകയാണ്. എന്താണത്? നമ്മുടെ നാട്ടിൽ കാണാൻ സാധാരണ നാടൻ മല്ലിയില. ഓക്കെ, മല്ലിയില. നമ്മുടെ നത്തയ്ക്ക റോസ്റ്റ്
ഒരു 99% ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ 99% ആയല്ലേ? ആയി. അപ്പൊ ഇനി 1% ഉള്ളൂ. 1%. ഇതിനിടയ്ക്ക് ഞാൻ അവസാനത്തെ ഒരു ടിപ്പും കൂടെ തരാം കേട്ടോ. അവസാനത്തെ ടിപ്പല്ല, ഒരുപാട് ടിപ്പുണ്ട്. എനിക്ക് കിട്ടിയ ലാസ്റ്റ് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഹെർബൽ കോസ്മെറ്റിക് പ്രോഡക്റ്റുകളുണ്ടല്ലോ, അതിലൊക്കെ ഒരു പ്രധാന ഘടകമായിട്ടും ഈ നത്തയ്ക്ക ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതിനെ നല്ലൊരു പ്ലേറ്റിലോട്ട് ഒരു ഇലയിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് നമ്മൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് അതിലോട്ട് മാറ്റാം കേട്ടോ. നമുക്ക് ഇങ്ങനെ എഴുന്നേറ്റാലോ ഈ പുകയിൽ നിന്ന്? ഇത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തിട്ട്. എന്നാൽ നിങ്ങളിതൊന്ന് കണ്ടോളൂ. അപ്പൊ ഇനി ഇതിന്റെ ഒരു ടേസ്റ്റ് ചൂടോടെ, ഇതിന്റെ ഒരു കുറച്ച് ഗ്രേവിയും ഒരു ബീഫിന്റെ ഒക്കെ ഒരു രുചിയും പിന്നെ ഒരു കണവയുടെ ഒരു ലുക്കുണ്ട്. പക്ഷെ ടേസ്റ്റ് എനിക്ക് തോന്നിയത് ഒരു ബീഫിന്റെ ഒരു ടേസ്റ്റ് ആണ്. അപ്പോൾ പൊളിച്ചേട്ടോ, എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്നുകൂടെ കാണണ്ടേ? ഒരു റീക്യാപ്പ്. റീക്യാപ്പ് മറക്കണ്ട, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. തൽക്കാലം നമുക്ക് അങ്ങ് ഇറങ്ങിയാലോ? ഇനി ഒരുപാട് പറയാനില്ല, എൻ്റെ ഡയലോഗ് എല്ലാം തീർന്നു. കഴിച്ചിട്ടിറങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ.